ഹായ് എവരിവൺ. ഇന്നിപ്പോ ഞാൻ പറയുന്നത് ഫേസർ ഡയഗ്രാം ഓഫ് ഓൾട്ടർനേറ്റർ എക്സാമിന് ചോദിച്ചു കാണാറുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ലോഡഡ് ഓൾട്ടർനേറ്ററിന്റെ ലാഗിങ് പവർ ഫാക്ടറും ലീഡിങ് പവർ ഫാക്ടറിന്റെ ഫേസർ ഡയഗ്രാംസ്. ലോഡഡ് ഓൾട്ടർനേറ്റർ ആണ് കേട്ടോ, നോ ലോഡ് അല്ലേ. അപ്പോ ലാഗിങ് പവർ ഫാക്ടർ ആണ് ആദ്യം ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ഇതിപ്പോ ലാഗിങ് വരച്ചാലും ലീഡിങ് വരച്ചാലും നമുക്ക് വേണ്ട മെയിൻ ഇക്വേഷൻ നമ്മൾ ഇസഡസ് മെത്തേഡ്, സിങ്ക്രോണസ് ഇംപെഡൻസ് മെത്തേഡ് ചെയ്യുമ്പോൾ, വോൾട്ടേജ് റെഗുലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഒരു ഇ ഫേസിന്റെ ഇക്വേഷൻ ഉണ്ട്, അറിയോ? ഇ ഫേസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി ഫേസ് കോസ് ഫൈ പ്ലസ് ഐ എ ആർ എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വി ഫേസ് സൈൻ ഫൈ പ്ലസ് ഐ എ എക്സ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഈ ഒരു ഇക്വേഷൻ എഴുതിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവിടെ ഫിഗർ വരയ്ക്കാൻ പറ്റും. സോ ഞാനിപ്പം ഇതിൽ നിന്ന് ഫേസർ ഡയഗ്രാം, ലാഗിങ് പവർ ഫാക്ടറിന്റെ ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. ലാഗിങ് പവർ ഫാക്ടർ ആണ്. ലാഗിങ് പവർ ഫാക്ടർ ആകുമ്പോൾ കോസ് ഫൈ, വിച്ച് മീൻസ് എന്താണ്? ഐ എ ലാഗ്സ് ബിഹൈൻഡ്, എവിടെ ലാഗ്സ് ബിഹൈൻഡ് വി ഫേസ്. വോൾട്ടേജിനെ ഐ എ ലാഗ്സ് ബിഹൈൻഡ് വി ഫേസ് എന്നാണ് മീനിങ്. സോ ഞാൻ എപ്പോഴും ക്ലാസ് എടുക്കുന്ന പിള്ളേരോട് ഞാൻ പറയാറുണ്ട്, നമ്മളൊരു ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ബേസിക് ആയിട്ട് ജനറലി വരയ്ക്കാനുള്ളത് വോൾട്ടേജ് ആണ്. കാരണം വോൾട്ടേജിൽ നിന്ന് കറണ്ട് ലീഡോ കറണ്ട് ലാഗോ എന്നാണ് നമ്മൾ ഫേസർ പറയുന്നത്. ഇവിടെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ഐ എ ലാഗ്സ് ബിഹൈൻഡ് വി ഫേസ്. വോൾട്ടേജിൽ നിന്ന് കറണ്ട് ലാഗ് ചെയ്യുന്നു എന്നാണ് മീനിങ്. വോൾട്ടേജിൽ നിന്ന് കറണ്ട് ലാഗ് ചെയ്യുന്നെങ്കിൽ ഇപ്പൊ ട്രാൻസ്ഫോമർ വരയ്ക്കുമ്പോൾ എപ്പോഴും ഞാൻ പറയും, നിങ്ങൾ എക്സ് ആക്സിസിൽ വോൾട്ടേജ് വരയ്ക്കുക, അവിടെ നിന്ന് കറണ്ട് മേളിലോട്ടോ കറണ്ട് താഴോട്ടോ, അതായത് ലീഡോ ലാഗോ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും. ഇപ്പൊ ഇവിടെ നമ്മൾ ലോഡഡ് ഓൾട്ടർനേറ്ററിന്റെ കേസ് പറയുമ്പോൾ ഞാൻ പറയുന്നു, നിങ്ങൾ ആദ്യം കറണ്ട് വരയ്ക്കുക. കറണ്ട് ബേസിക് വരച്ചിട്ട് അതിൽ നിന്ന് വി ഫേസ് വരച്ചാൽ മതി. ബിക്കോസ് ഇവിടെ എല്ലാം ഡ്രോപ്പ് പറയുന്ന ഐ എ ആർ എ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഐ എ എക്സ് എസ് ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ ഐ എ എന്ന് പറയുന്നത് ഇൻഫേസ് വരണം. ഐ എ ഇൻഫേസ് വരണം എന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഐ എ എന്ന് പറയുന്ന കമ്പണന്റ് നിങ്ങൾ എക്സ് ആക്സിസിലേക്ക് മാർക്ക് ചെയ്താൽ മതി. സോ ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് വരയ്ക്കുന്നു, കാണാലോ. ഐ എ എന്നൊരു കമ്പണന്റ് വരച്ചു. അപ്പൊ ഐ എനെ വോൾട്ടേജിനെ കറണ്ട് ലാഗ് ആണ്. ദാറ്റ് മീൻസ് ലാഗ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ ഇങ്ങനെ വോൾട്ടേജ് വരച്ചിട്ടുണ്ടെങ്കിൽ ലാഗ് താഴേക്ക് വരയ്ക്കണം, ലീഡ് മേളിലേക്ക് വരയ്ക്കണം, അല്ലെ? ലാഗ് ലീഡ് നമ്മൾ അങ്ങനെയാണ് വരയ്ക്കുന്നത്. ലീഡ് ആണെങ്കിൽ മേളിലോട്ട്, വോൾട്ടേജിൽ നിന്ന് മേളിലോട്ട്, ലാഗ് ആണെങ്കിൽ താഴോട്ട് വരയ്ക്കണം. ഇപ്പൊ ഞാനിപ്പോ വോൾട്ടേജിൽ നിന്ന് കറണ്ട് ലാഗ് ആണ്. സോ വോൾട്ടേജിൽ നിന്ന് കറണ്ട് ലാഗും കറണ്ട് എക്സ് ആക്സിസിലും വരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ ഇതിന്റെ പൊക്കത്തേക്ക് വോൾട്ടേജ് വരച്ചാൽ മതിയല്ലോ. അപ്പൊ വോൾട്ടേജിൽ നിന്ന് താഴേക്ക് കറണ്ട് ലാഗ് ആയില്ലേ? ഫൈ ആംഗിൾ കോസ് ഫൈ പവർ ഫാക്ടർ വരുമ്പോ ഫൈ ആംഗിൾ ലാഗ് ആയല്ലോ. ഈസി ആയിട്ട് കഴിഞ്ഞില്ലേ? ഇതൊന്ന് മായിച്ചേക്കെ. ഇനി ഇവിടെ നിന്ന് ഞാനൊരു ഫൈ ആംഗിളിൽ എന്ത് വരയ്ക്കുന്നു? വോൾട്ടേജ് വരയ്ക്കുന്നു. വി ഫേസ് വോൾട്ടേജ് ഞാൻ വരച്ചു. ഓക്കെ, വി ഫേസ് വോൾട്ടേജ് വരച്ചു. ആദ്യം തന്നെ നമുക്ക് എന്താ വേണ്ടത്? ഈ കമ്പണന്റ്, ഇത് ഫൈ ആണെങ്കിൽ ഈ കമ്പണന്റ് കോസും വെർട്ടിക്കലി വരുന്നത് സൈനും ആയിരിക്കും. വി ഫേസ് ഇൻറ്റു കോസ് ഫൈ ഇത്രയായേ. വി ഫേസ് ഇൻറ്റു കോസ് ഫൈ ഇത്ര. ഇത് വി ഫേസ് കോസ് ഫൈ. എന്താ വേണ്ടേ? ഐ എ ആർ എ. ഐ എ ആർ എ എന്ന് പറയുന്നത് ഐ എ ഇതാണ്, എക്സ് ആക്സിസ് ആണ്. അപ്പൊ അതിന് പാരലൽ ആയിട്ട് ഇൻ ഫേസ് അല്ലേ, സെയിം ഫേസ് അല്ലേ വരുന്നത്. അപ്പൊ ഇതിന് പാരലൽ ആയിട്ട് തന്നെ ഐ എ സെയിം ഇതിൽ തന്നെ വരയ്ക്കണം. സോ അപ്പൊ വി ഫേസ് കോസ് ഫൈ പ്ലസ് ഐ എ ആർ എ ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഈ ഒരു സെക്ഷൻ നമുക്ക് കഴിഞ്ഞു. നമ്മൾ ഇത്രയും വരച്ചു. വി ഫേസ് കോസ് ഫൈ പ്ലസ് ഐ എ ആർ എന്നുള്ളത് നമ്മൾ വരച്ചു. ഇനി എന്താണ്? വി ഫേസ് സൈൻ ഫൈ പ്ലസ് ഐ എ എക്സ് എക്സ് വരച്ചാൽ മതി. വി ഫേസ് കോസ് ഫൈ, ഫൈയുടെ കോസ് ഫൈ എന്ന് പറയുന്ന അഡ്ജസന്റും
സൈൻ എന്ന് പറയുന്ന ഏതാണ്? വെർട്ടിക്കൽ കമ്പണന്റും ആണ് വരാനുള്ളത്. അപ്പൊ നമ്മുടെ ഈ വെർട്ടിക്കൽ കമ്പണന്റ് ആയിരിക്കും എന്തായിട്ട് വരുന്നത് അല്ലെ? എന്ന് വെച്ചാൽ മക്കളെ നോക്കോ, ഇവിടെ ഇപ്പൊ ഞാൻ ഒരു കമ്പണന്റ് 0 a b എന്ന് കൊടുത്താൽ ഇവിടെ ഞാൻ തീറ്റ കൊടുത്ത ഒ എ എന്ന് പറയുന്നത് എന്താണ്? ഒ ബി കോസ് തീറ്റ, അതായത് ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു കോസും ഈ വെർട്ടിക്കൽ വരുന്നത് ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു സൈൻ എന്ന് കിട്ടും. ആ സെയിം പ്രിൻസിപ്പിളാ പറയുന്നത്. ഇത് വി ഫേസ് ആണ് നമ്മുടെ ഹൈപ്പോട്ടന്യൂസ്. ഇവിടെ ഇപ്പൊ ഞാൻ വേണമെങ്കിൽ ഇത് എ എന്ന് മാർക്ക് ചെയ്യാം. അപ്പൊ ഒ എ എന്ന് പറയുന്നത് എനിക്ക് വി ഫേസ് കോസ് 5 കിട്ടി. ഇക്വേഷൻ വി ഫേസ് കോസ് 5 പ്ലസ് ഐ എ ആർ എ ഇൻ ഫേസ് ആയതുകൊണ്ട് ഐ എക്ക് ഇൻ ഫേസ് ആയത് ഞാൻ ഇങ്ങനെ വരച്ചു. ഇനി വി ഫേസ് സൈൻ 5 വരയ്ക്കണം. ഇപ്പൊ നമ്മുടെ ഓൾറെഡി നമ്മുടെ കമ്പണന്റ് ഈ എൻഡിലാണ് വന്ന് നിൽക്കുന്നത്. ഇനി അവിടെ നിന്നേ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാനിപ്പോ വി ഫേസ് സൈൻ 5 എന്ന് പറയുന്നത് എങ്ങനെ വരയ്ക്കണം? സൈൻ 5 കിട്ടണമെങ്കിൽ വെർട്ടിക്കൽ കമ്പണന്റ് അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് കമ്പണന്റ് ആണ് അല്ലെ? ഓൾട്ടിറ്റ്യൂഡ് കമ്പണന്റ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് സൈൻ 5 വരയ്ക്കുവാണേ. ഓക്കെ, ആൻഡ് അതിന് പെർപെൻഡിക്കുലർ വരുന്നത് കൊണ്ട് ഐ എ ഇൻറ്റു ഈ കമ്പണന്റ് ബി ഐ എ എക്സ് എക്സ് എ, ഇവിടെ ബി കൊടുക്കാം, ഇത് സി കൊടുക്കാം. ഐ എ എക്സ് എസ് ഐ എ ആർ എ. അപ്പൊ ഈ ജോയിൻ ചെയ്യുന്നതിനെ നമുക്ക് ഇസഡസ് എന്ന് മിസ് എഴുതിയേ. ഇത് റെസിസ്റ്റൻസ്, ഇത് റിയാക്ടൻസ്, സമ്മ് ഇംപിഡൻസ്, അതുകൊണ്ട് അങ്ങനെ എഴുതി. ഇനി ഈ ഒറിജിനിൽ നിന്ന് ഇത് മീറ്റ് ചെയ്ത ഈ പോയിന്റിനെ നമ്മൾ ടച്ച് ചെയ്ത ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ ദാറ്റ് ബി ദ ഇ ഫേസ് അല്ലെങ്കിൽ ഇ സീറോ. ഇ സീറോ അല്ലെ, നോ ലോഡ് ഇ എം എഫ് എന്നല്ലേ ഞാൻ പറഞ്ഞത്. അത് ഇത് നമ്മുടെ ഇ സീറോ അല്ലേ. ദിസ് ഇസ് ദ ലാഗിങ് പവർ ഫാക്ടറിന്റെ ഫേസർ ഡയഗ്രാം. സിമ്പിൾ ആയിരുന്നു. ആ ഇക്വേഷൻ അങ്ങ് എഴുതുക, അതിൽ നിന്ന് ടേംസ് അങ്ങ് വരയ്ക്കുക, അത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇതെല്ലാം കൂടെ വരയ്ക്കുമ്പം ആർ എ ഐ എ ആർ എ ഐ എ എക്സ് എസ് ഐ എ ഇസഡ് എസ് ജോയിൻ ചെയ്തു. ആദ്യമേ തന്നെ ഞാൻ ഫസ്റ്റ് ടേം അങ്ങ് വരച്ചു, അവിടെ നിന്ന് സെക്കൻഡ് ടേം വരച്ചു, ജോയിൻ ചെയ്തപ്പോ ഇ സീറോ കിട്ടി. ക്ലിയർ അല്ലേ? ഇനി ലീഡിങ് വരയ്ക്കാട്ടാ. മതി, കറണ്ട് വോൾട്ടേജിനെ ലീഡ് ചെയ്യും. അപ്പൊ വോൾട്ടേജിനേക്കാൾ കറണ്ട് കൂടുതൽ. സോ ഇവിടെ ഞാൻ ബേസിക് കറണ്ട് വരയ്ക്കുവാണേ. ഐ എ വരച്ചു. ദിസ് ഗോണ ബി ദ ഓറിജിൻ. ഇവിടെ നിന്ന് ലീഡ് ആയതുകൊണ്ട് ഇങ്ങോട്ട് വോൾട്ടേജ് വരച്ചാൽ മതിയല്ലോ. വോൾട്ടേജിൽ നിന്ന് കറണ്ട് കൂടും എന്നല്ലേ ലീഡിന്റെ മീനിങ്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വോൾട്ടേജ് വരച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എനിക്ക് വോൾട്ടേജ് വരയ്ക്കാം. ഇത് വോൾട്ടേജ് വി ഫേസ്, അതിൽ നിന്ന് മുകളിലേക്ക് കൂടി, കറണ്ട് കൂടി. സോ ദിസ് ബി ദ ഫേസ് ആംഗിൾ 5. അവിടെ നിന്ന് എന്ത് വരയ്ക്കണം? വി ഫേസ് കോസ് 5 പ്ലസ് ഐ ആർ എ വരയ്ക്കണം. ആറയിൽ നിന്ന് അടുത്ത് വി ഫേസ് സൈൻ 5. അപ്പൊ ദിസ് ബി ദ വി ഫേസ് കോസ് 5, അതത്ര ഐ ആർ എ. ഐ ആർ എ വന്നു. ഇനി ഇതിൽ നിന്ന് സൈൻ 5 എന്ന് പറയുമ്പോൾ വെർട്ടിക്കലി വരുന്ന കമ്പണന്റ് ആണ്, അതായത് ഇങ്ങനെ പാരലൽ ആയിട്ട് വരുന്ന കമ്പണന്റ് ആണ്. വെർട്ടിക്കൽ കമ്പണന്റിലെ സൈൻ 5 വരിക, അതിനെ വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഇതിനെ ജോയിൻ ചെയ്താൽ എന്ത് കിട്ടും? ഐ എ ഇസഡ് എസ് കിട്ടും അല്ലേ? ഇംപിഡൻസ് അല്ലേ? ഇംപിഡൻസ് ഐ എ ഇസഡ് എസ്. ഈ ഐ എ ഇസഡ് എസും ഒറിജിനും കൂടെ മീറ്റ് ചെയ്യുന്നത് നമ്മുടെ എന്താ? ഈ സീറോ വരച്ചു കഴിഞ്ഞല്ലോ. ഈ സീറോ, ഇത് നമ്മുടെ ഈ സീറോ. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഈ സീറോയും കിട്ടി. ഈ സീറോ ഇത് ലീഡിങ് പവർ ഫാക്ടർ. വോൾട്ടേജ് കറണ്ട്, വോൾട്ടേജിൽ നിന്ന് കറണ്ട് ലീഡ് ചെയ്തു, 5 ആംഗിൾ ലീഡ് ചെയ്തു. ആദ്യം ഈ ഇക്വേഷനിൽ നിന്ന് വി ഫേസ് കോസ് 5 ഇത്രയും വരും, അവിടെ നിന്ന് ഐ ആർ എ കിട്ടി. അവിടെ നിന്ന് വി ഫേസ് സൈൻ 5 രണ്ടും വെർട്ടിക്കൽ ആയിട്ട് ഇൻ ഫേസ് വരും. സോ ഐ എ എക്സ് എസും വി ഫേസ് സൈൻ 5 ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഐ ആർ എ ഐ എ എക്സ് എസും കൂടെ ജോയിൻ ചെയ്യുന്നത് ഐ എ ഇസഡ് എസ് ഇംപിഡൻസ് കിട്ടും. ഹൈപ്പോട്ടന്യൂസ് കമ്പണന്റ് ബി ദ ഇംപിഡൻസ്. ആ ഇംപിഡൻസ് ജോയിൻ ചെയ്യുന്ന പോയിന്റും ഒറിജിനും കൂടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്ത് കിട്ടും? ഈ സീറോ കിട്ടും, അല്ലെങ്കിൽ ഈ ഫേസ് നോ ലോഡ് ഇ എം എഫ് കിട്ടും. ഇത്രയേ ഉള്ളൂ ഫേസർ ഡയഗ്രാം ഓഫ് ലോഡഡ് ഓൾട്ടർനേറ്റർ. അപ്പൊ ഇത് അർച്ചനാസ് അക്കാഡമി യൂട്യൂബ് ചാനൽ. ഞാൻ അർച്ചന. എന്റെ വീഡിയോസ് കണ്ടിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യാൻ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമെന്റ് ചെയ്താൽ മതി. താങ്ക് യു.